ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്നും ദൈവത്തിന് വചനം പഠിക്കുവാൻ ദൈവം നമ്മളെ കൂട്ടുവരുത്തിയ ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ട് 4 സഭകളെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണം ചിന്തിക്കുകയുണ്ടായി. അതിലൂടെ നമ്മുടെ പ്രായോഗിക ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് നാം ഓർത്തത്. തുടർന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സർദീസിലെ സഭയ്ക്കുള്ള ദൂതിൽ നിന്നുള്ള ചിന്തകളാണ് ഇന്ന് നമുക്കൊന്നിച്ച് പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നത്. നാം സാധാരണ ചെയ്യുന്നത് പോലെ അതിന്റെ കർത്താവ് അവരെ ഈ നിലയിലാണ് പരിചയപ്പെടുത്തിയത്. അവരുടെ ഗുണങ്ങളെന്താ, ദോഷങ്ങളെന്താ എന്നുള്ള കാര്യം ആ ക്രമത്തിൽ തന്നെ ചിന്തിച്ചു പോകാം എന്ന് വിചാരിക്കുന്നു. അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. സർദീസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഒളിച്ചോടിയവൻ എന്നാണ്. ഒളിച്ചോടിയവൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് കത്തിക്കൊണ്ടിരിക്കുന്ന യാഗപീഠം എന്നാണ് തുയഥൈര സഭയുടെ അർത്ഥം, പേരിന്റെ അർത്ഥം. നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയത് ആ വിഷയത്തെക്കുറിച്ചുള്ള പഠനത്തിന് ശേഷമാണ്. അതുപോലെ ഈ 6 വാക്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ, ചിന്തിച്ചു കഴിയുമ്പോൾ ഈ ഒളിച്ചോടിയവൻ എന്ന പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അത് കുറച്ചുകൂടി ആ സമയത്ത് വിശദീകരിക്കാം. തൽക്കാലം ആ അർത്ഥം മാത്രം പറയുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് താൻ തന്നെ പരിചയപ്പെടുത്തുക. കർത്താവ് ആരാണെന്ന് പരിചയപ്പെടുത്തുക. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്. ഇത് ഈ സഭയ്ക്ക് ആവശ്യമുള്ള ദൂത് പറയുമ്പോൾ താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നത് അങ്ങനെയാ. ദൈവത്തിന്റെ 7 ആത്മാവ് ഉള്ളവൻ എന്ന് പറഞ്ഞാൽ നാം പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. 7 എന്ന് പറയുന്നത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. ഇവിടെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന ആശയത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിന് സ്പിരിറ്റ് എന്ന വാക്കിന് ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന്റെ പൂർണ്ണമായ നിയന്ത്രണം പ്രാദേശിക സഭകളിൽ ഉണ്ട് എന്നൊരാശയമാണ് പ്രധാനമായിട്ട് അതിനുള്ളത്. മാത്രമല്ല, ഈ വെളിപ്പാട് പുസ്തകത്തിൽ 7 ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റു പല ഭാഗങ്ങളുണ്ട്. അവിടെ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് 4. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്ന് അവന്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിലെ ആദിയാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അവിടെ കൃപയും സമാധാനവും ലഭിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഒരു വന്ദനം, ഗ്രീറ്റിംഗ്സ് പറയാനാണ് 7 ആത്മാക്കൾ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, കൃപ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുവാൻ നമുക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. സമാധാനം എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഔട്ട്കമാ, റിസൾട്ടാ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ഈ 2 വാക്യങ്ങളും എഫേസ്യർ 2:8 റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പൊ കൃപയും സമാധാനം എന്ന് പറയുന്നത് രക്ഷയോട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ വിഷയത്തിലാണ് 1-ാമത്തെ അധ്യായത്തിൽ 7 ആത്മാക്കൾ എന്ന ആശയത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ കാര്യം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 4 വേഴ്സ് 5. സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നതും ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പ് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടു എന്ന് വായിക്കുന്നു. അവിടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ എന്ന് പറയുന്നു. 7 ലൈറ്റ്സ്. ലൈറ്റ് പ്രകാശം എന്ന് പറയുന്നത്, ദീപം എന്ന് പറയുന്നത് പ്രകാശം തരുന്നത് അല്ലെങ്കിൽ ഗൈഡൻസ് തരുന്നത്, ആലോചന തരുന്നതാണ്. ഇവിടെ വായിക്കുന്നത് സ്വർഗത്തിലെത്തിയ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രകാശത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, അവിടെ മറ്റ് പ്രകാശങ്ങളൊന്നുമില്ല. സൂര്യനും ചന്ദ്രനും ഒന്നുമില്ലാത്ത സ്ഥലമാണ് സ്വർഗം അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത്. അവിടുത്തെ പ്രകാശം ദൈവാത്മാവിനുള്ള പ്രകാശമാണ്. അവിടെ ചെല്ലുമ്പോൾ നാം പരിപൂർണമായ പ്രകാശത്തിൽ ദൈവിക കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിന്റെ വിഷയമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 7 ആത്മാക്കളായ പ്രകാശങ്ങൾ, വെളിച്ചങ്ങൾ എന്ന് പറഞ്ഞതിന്റെ ആശയം. അതാണ് 2-ാമത്തെ കാര്യം. ഒന്ന്,
രക്ഷയുടെ ബന്ധത്തിൽ, രണ്ട് നമ്മളെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഗ്രഹിപ്പിക്കുവാനായിട്ടുള്ള ആത്മാവിന്റെ അവിടുത്തെ പദ്ധതികൾ. 5-ാം അധ്യായം നോക്കാം. 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. ചാപ്റ്റർ 5 വേഴ്സ് 6. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും. 7 ദൈവാത്മാക്കളായ 7 കണ്ണും എന്ന് പറഞ്ഞാൽ അവിടെ തുടർന്ന് വായിക്കുന്നത് ആരാധനയെക്കുറിച്ചാണ്. കണ്ണ് എന്ന് പറയുന്നത് കാഴ്ചപ്പാടിനെ കാണിക്കുന്നതാണ്. നമ്മൾ വായിക്കുന്നുണ്ട് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ടെന്നാണ്. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ ശരിയായ കാര്യങ്ങളെ വീക്ഷിക്കുന്നുവെന്നാണ്. നമ്മൾ ഇന്നിവിടെ ആരാധിക്കുമ്പോൾ സാധാരണയായിട്ട് വിശ്വാസികൾ വ്യക്തിപരമായിട്ട് കുടുംബമായിട്ടൊക്കെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൂടാതെ സഭയായി നാം കർത്താവിനെ മഹത്വപ്പെടുത്താൻ കൂടി വരുമ്പോഴും നാം ആരാധിക്കുന്നതിന് പരിമിതിയുണ്ട്. നമ്മുടെ അറിവനുസരിച്ച്, നമ്മുടെ കഴിവനുസരിച്ച്, നമ്മുടെ കുറവനുസരിച്ചൊക്കെ നമുക്ക് ആരാധിക്കാൻ സാധിക്കത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ 7 ആത്മാക്കളായ കണ്ണുകൾ എന്ന് പറയുമ്പോൾ ശരിയായ ദർശനത്തോടെ, ശരിയായ അറിവോടെ കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ആരാധന അവിടെ തുടങ്ങുകയും തുടരുകയും ചെയ്യുക. അതാണ് സ്വർഗത്തിലെ ആരാധനയുടെ പ്രത്യേകത. അവിടെ പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായത്തിലെ 7 ആത്മാക്കൾ എന്ന് പറഞ്ഞതിന്റെ ആശയം അതാ. അപ്പൊ നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത് 7 ആത്മാക്കളും 7 നക്ഷത്രവും കയ്യിലുള്ളവൻ. നാം നക്ഷത്രത്തെക്കുറിച്ച് ആദ്യത്തെ ക്ലാസ്സിലും 2-ാമത്തെ ക്ലാസ്സിലും ഓർത്തതാണ്. സഭയുടെ ദൂതന്മാരാണല്ലോ 7 നക്ഷത്രങ്ങൾ. സഭയുടെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സഭയിലെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാർ. അവർ കർത്താവിൽ നിന്ന് ദൂത് പ്രാപിച്ച് ദൈവജനത്തിന് പങ്കുവെക്കേണ്ടവരാണ്. അവരെ സംബന്ധിച്ച് പറയുന്നത് അവർ 7 പേരും അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ടും കർത്താവിന്റെ കരങ്ങളിലാണ്. സഭയിലെ ശുശ്രൂഷകന്മാരെ കർത്താവിന്റെ കരങ്ങളിലാണ്. അത് കാണിക്കുന്നത് ഒന്ന്, കർത്താവിനാൽ അവർ നിയന്ത്രിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. ഇഷ്ടം പോലെ എന്തെങ്കിലും പറയാനോ ശുശ്രൂഷിക്കാനോ ശുശ്രൂഷകന്മാർക്ക് അനുവാദമില്ല. സഭയുടെ നാഥൻ അറിയാം സഭയ്ക്ക് എന്താണോ ആവശ്യമുള്ളതെന്ന്. അതനുസരിച്ച് അവർക്ക് കൊടുക്കണമെങ്കിൽ സഭയുടെ നാഥനിൽ തന്നെ പ്രാപിക്കണം. കർത്താവിന്റെ കയ്യിലിരിക്കുന്നവർ കർത്താവിൽ നിന്ന് പ്രാപിച്ചു വേണം കൊടുക്കുവാൻ എന്ന ഒരാശയം അവിടെയുണ്ട്. രണ്ടാമത്തേത്, ആ 7 നക്ഷത്രം കയ്യിലിരിക്കുന്നു പറഞ്ഞതിന്റെ ആശയം ആ സഭാ ശുശ്രൂഷകന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്, സെക്യൂർ. എന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു വരയ്ക്കത്തെന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഉദ്ദേശമാണെങ്കിൽ പോലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയത്തിൽ സഭാ ശുശ്രൂഷകന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ ഭദ്രമാണ്. ആത്മാർത്ഥമായും വിശ്വസ്തമായും വിശുദ്ധമായും ജീവിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാർക്ക് സഭയിൽ നിന്ന് എപ്പോഴും പ്രയാസങ്ങളുണ്ടാകും, പ്രതികൂലമുണ്ടാകും. പല കാര്യങ്ങൾ അവർക്കെതിരെ സംസാരിച്ചു എന്ന് വന്നേക്കാം. അപ്പോഴൊക്കെ ഓർത്തിരിക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് കർത്താവിനാൽ നിയന്ത്രിക്കപ്പെട്ട ശുശ്രൂഷയാണ്, ഞാൻ ആയിരിക്കുന്നത് കർത്താവിന്റെ കയ്യിലാണ്. ഈ 2 ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പതറാതെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. പല സഭകളിലും ഭിന്നത ഉണ്ടാകുന്നത്, ഗ്രൂപ്പ് ഉണ്ടാകുന്നത് നേതൃത്വത്തിരിക്കുന്നവർക്ക് തന്നെ നല്ല ബോധ്യമില്ല ഞങ്ങൾ ആരാന്നുള്ള കാര്യം. അത് വലിയ പരാജയമാണ്. ഞങ്ങളുടെ പൊസിഷൻ എന്താ, ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താ, ഈ ബോധ്യം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ശക്തമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും. അത് മാത്രമല്ല, ആ കരങ്ങളെക്കുറിച്ച് ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. അങ്ങനെ കരങ്ങളിലിരുന്ന് പ്രയോജനപ്പെടുന്ന ആളുകൾക്ക്, ശുശ്രൂഷകന്മാർക്ക് ഇനി കർത്താവ് വരുമ്പോൾ ഒരു നന്മയുണ്ട്. ആ വാക്യം വായിച്ചേ. 22-ാം അധ്യായം വെളിപ്പാട് 22-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 22 വേഴ്സ് 12. കരങ്ങളിൽ പ്രയോജനപ്പെടുന്നവർക്ക് കിട്ടാൻ പോകുന്ന എന്തോ നോക്കിക്കുക. എന്റെ പക്കലുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്റെ പക്കലാ. എന്റെ പക്കൽ നിങ്ങൾ സുരക്ഷിതരാണ്. എന്റെ പക്കൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എന്റെ പക്കൽ നിങ്ങൾ നന്മ അനുഭവിക്കുന്നവരാണ്. അത് വിശ്വസമായി ചെയ്താൽ ഞാൻ ഇനിയും വരുമ്പോൾ എന്റെ പക്കൽ നിന്ന് നിങ്ങൾ പ്രതിഫലം പ്രാപിക്കും. അതെത്ര ധൈര്യം പകരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് നാം ചെയ്യുന്ന കാര്യത്തിന് ഒരിക്കൽ പ്രതിഫലം അവന്റെ പക്കൽ നിന്ന് കിട്ടും. ഇന്ന് നാം അവന്റെ പക്കലാണ്, അന്ന് അവന്റെ പക്കൽ നിന്ന് പ്രതിഫലം കിട്ടും. ഇത് കർത്താവ് വാഗ്ദത്തം ചെയ്ത വിഷയമാണ്. ഇത് വെളിപ്പാട് പുസ്തകത്തെ എഴുതുവാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ കാര്യമാണ്, ഞാനിതാ വേഗം വരുന്നു, എന്റെ പക്കൽ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സഭാ ശുശ്രൂഷ ചെയ്യുന്നവരെ വളരെ ധൈര്യപ്പെട്ട് കർത്താവിൽ ആശ്രയിച്ച് ആ ശുശ്രൂഷകൾ ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. മടങ്ങി വരാം 3-ാമത്തെ അധ്യായത്തിലേക്ക്. അവിടെ പറയുന്നത് 7 നക്ഷത്രം കയ്യിലുള്ളവർ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇത് മറ്റുള്ള 4 സഭകളെക്കുറിച്ച് പറഞ്ഞതുപോലെ
വിശദമായിട്ട് പറഞ്ഞില്ല. നിന്റെ വിശ്വാസം അറിയുന്നു, നിന്റെ സഹിഷ്ണുത അറിയുന്നു, കൊണ്ടുവരാത്ത നീ കൈക്കൊള്ളാത്ത അറിയുന്നു, അങ്ങനെ വിശദമായിട്ട് പറഞ്ഞില്ല. മറ്റിടത്തല്ല അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മാത്രം ഒറ്റ വാക്കിൽ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ വിശദമായിട്ട് പറയത്തക്ക പോലെ ഒന്നുമില്ല, പ്രശംസയായിട്ട് പറയത്തക്ക പോലെ ഒന്നുമില്ല. പിന്നെ പ്രവൃത്തി മാത്രം ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ കാരണം രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കിക്കേ. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ പ്രശംസിക്കുന്നത്? അതുകൊണ്ട് ഒറ്റ വാക്കിൽ നിന്റെ പ്രവൃത്തി അറിയുന്നെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് വാസ്തവത്തിൽ ദുഃഖകരമായിരിക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ പോരാ. ഇന്ന് വേർപെട്ട ദൈവജനത്തിന്റെ മധ്യത്തിൽ പ്രവൃത്തികൾ ധാരാളമാണ്. ഒത്തിരിക്കാൻ സമയമില്ല പലർക്കും. എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ പലർക്കും വിശദമായിട്ട് പറയാനും അറിയത്തില്ല. തമ്പുരാന്റെ ലിസ്റ്റിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നോക്കണം. തമ്പുരാനെ നോക്കിയിട്ട്, ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക സഭയെ നോക്കിയിട്ട്, നിന്റെ പ്രവൃത്തി ഇന്ന കാര്യമാണ്, ഞാൻ അറിയുന്നു, ഞാൻ നിന്നെ പ്രശംസിക്കുന്നത് പറയത്തക്കൊണ്ട് ഉണ്ടോ, അതോ പൂർണ്ണതയില്ലാത്ത പ്രവൃത്തിയാണോ? ചെയ്യുക എന്നുള്ളതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പൂർത്തീകരിക്കുന്നുള്ളതാണ്. നീ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു. തികച്ചിരിക്കുന്നു. ഹെരോദ രാജാവ് പ്രതാപത്തോടെ ഇരുന്ന കാലത്ത് ദൈവത്തിനെതിരെ സംസാരിച്ചപ്പോൾ ഒരു ദൂതൻ അവനെ അടിച്ച് അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പിന്നെ വായിക്കുന്നത് ബർന്നവാസും ശൗലും വേല തികച്ച് മുൻപോട്ട് പോയിന്നാ. വേല തികയ്ക്കണമെങ്കിൽ തടസ്സമായിരിക്കുന്ന കാര്യങ്ങളെ മാറ്റണം. വേല ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല, അങ്ങനെ അങ്ങ് പോയാൽ മതി. വേല ചെയ്താൽ കർത്താവിന്റെ വരവെങ്കിൽ അത് പൂർണ്ണമായിട്ട് കർത്താവ് പറയത്തില്ല. വേല തികയ്ക്കണം, വേല തികയ്ക്കണം. എടുത്തു പറയത്തക്ക ചില കാര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ദൈവത്തിന് മുമ്പാകെ ഉണ്ടായിരിക്കണം. കർത്താവ് നമ്മളെക്കുറിച്ച് പറയാൻ മടിക്കരുത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദുഃഖകരമാണ്. മറ്റു 4 പറഞ്ഞ പോലെയല്ല, ഞാൻ നിന്റെ വേല അറിയുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയാനായിട്ട് പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ടങ്ങ് പോകാം. എന്താ പിന്നെ ഒരു കുറ്റം അവിടെ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് ജീവനുള്ളവന് നിനക്ക് പേരുണ്ട്, എങ്കിലും മരിച്ചവനാകും. ഈ ജീവനുള്ളവന് പേരുണ്ടെന്ന് പറഞ്ഞാൽ ആ പേര് ഉള്ളതാ, ഇല്ലയോ? ആ പേരുള്ളതാ. കർത്താവ് വേറൊന്നും പറഞ്ഞില്ല, ജീവനുള്ളവന് പേരുണ്ട്. ആ പേര് കിട്ടിയത് എങ്ങനെയെന്ന് അറിയാമോ? ആ പേര് ദാനമായിട്ട് കിട്ടിയതാ. 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു വാക്യം പറഞ്ഞ അറിയാവുന്ന, അതുകൊണ്ട് വായിക്കണ്ട. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. എഫേസ്യർ 2:1. നമുക്ക് ജീവൻ കിട്ടിയോ? കിട്ടി. നമ്മൾ ആത്മീയമായിട്ട് മരിച്ചവരായിരുന്നു, നമ്മൾ ഉയർത്തു. രക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ നമ്മളെ ഉയർപ്പിച്ചു. അതിന്റെ 6-7 വാക്യം വായിക്കുമ്പോൾ തന്റെ പുത്രനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അപ്പൊ ജീവനുണ്ടോ? ജീവനുണ്ട്. നിനക്ക് ജീവനുള്ളതെന്ന് പേരുണ്ട്. സത്യമാ കർത്താവ് പറഞ്ഞത്. സത്യം പറയുന്നുള്ള കർത്താവ്. പേരുണ്ട്. ഇനി അടുത്ത വാക്യം വായിക്കാം. യോഹന്നാൻ 5:24. അത് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ 5:24. ഇതുപോലെയുള്ളൊരു വാക്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജോൺ ചാപ്റ്റർ 5:24. നിത്യജീവനുണ്ട്. അവൻ മരണത്തിൽ ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. നമുക്ക് നിത്യജീവനുണ്ട്, നമുക്ക് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ന്യായവിധിയില്ല. അപ്പോൾ അവിടെ പറഞ്ഞ പ്രകാരവും നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ട്. ശരിയാ. ഒരു വാക്കോടെ വായിക്കാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2:13. 2:13. അവിടെ വായിക്കുമ്പോഴും ഇതേ ആശയം തന്നെ അവിടെ പറയുന്നുണ്ട്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്നിസംബന്ധത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവരോടുകൂടെ ജീവിപ്പിച്ചു. മനസ്സിലായോ? ജീവനുണ്ടോ? ഉണ്ട്. നമുക്ക് ജീവനുണ്ട്. നമുക്ക് ആത്മീയ ജീവനുണ്ട്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ആത്മീയമായിട്ട് സ്വർഗത്തിലാണ്, ശാരീരികമായിട്ട് ഭൂമിയിലാണ്. അതിനൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷേ ആ കാര്യങ്ങൾ, ഈ വായിച്ച വാക്യങ്ങളെല്ലാം കൃപയാൽ ദാനമായി ദൈവം നമുക്ക് തന്നതാണ്. ആ ജീവൻ കൃപയാൽ ദാനമായി ദൈവം നമുക്ക് തന്നതാണ്. എന്നാൽ അതിനോട് കൂടെ ആ ജീവന്റെ തുടിപ്പ്, ആ ജീവന്റെ പ്രസരിപ്പ് നമ്മൾ ജീവിതത്തിൽ കാണിക്കണം. ജീവനുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ജീവനുണ്ടെന്നുള്ള തെളിവെന്തുവാ? അത് അനങ്ങും, അത് കരയും. അതിന് ആഹാരം കിട്ടില്ലെങ്കിൽ കരച്ചിൽ കൂട്ടും, വയറ് നിറയുന്നവരെ കരയും. അത് കഴിഞ്ഞ് പിന്നെ ശാന്തമായിട്ടിരിക്കും, പിന്നെ ആവശ്യം വരുമ്പോൾ കരയും. അത് തെളിവാ.
പല വിശ്വാസികൾക്കും ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ അല്പം കൂടി വിശദമായിട്ട് പറയുമ്പോഴേ കാര്യം മനസ്സിലാവും എന്താ ഉദ്ദേശിക്കുന്ന കാര്യം. ഇവിടെ നിനക്ക് ജീവനുണ്ട്, പക്ഷേ അത് പേരേ ഉള്ളൂ, നീ മരിച്ചവനാണ്. എന്തോ ഇതിന്റെ ആശയം? ഇതൊരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുള്ള ഒരു വിഷയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വളരെ ശാന്തമായി ശ്രദ്ധിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് കഴിവതും ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഒന്നാമത്തെ കാര്യം, ഈ മരിച്ചവൻ എന്ന് പറയുന്നത് ശാരീരിക മരണത്തെക്കുറിച്ചല്ല. അത് നമുക്കറിയാമല്ലോ. അതിന് തെളിവ് നോക്കിക്കേ, അടുത്ത രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ മരിച്ച അവസ്ഥയ്ക്കുള്ള പരിഹാരം പറഞ്ഞിരിക്കുന്നത് ഒന്ന്, ഉണർന്നുകൊള്ളുക. മരിച്ചവൻ ഉണർന്നാൽ മതിയോ? പോരാ. അപ്പം മരിച്ചെന്ന് പറഞ്ഞ ആശയം അതല്ല. ഉണരുന്നാരാ? ഉറങ്ങിയവനാ. മരിച്ചതിന്റെ ഒരാശയം ഉറങ്ങിയെന്ന. രണ്ട്, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ചത്തില്ല, പിന്നെ ഒരു അല്പം ജീവനുണ്ട്. മൂന്നാമത്തേത് അതിന്റെ അവസാനം വായിക്കുന്നത് നിന്റെ പ്രവൃത്തി പൂർണ്ണതയുള്ളതല്ല. അപ്പൊ അപൂർണമായ പ്രവൃത്തി. അപ്പൊ ഒന്ന്, ഉണരുക. രണ്ട്, ശക്തീകരിക്കുക. മൂന്ന്, പൂർണ്ണതയിലേക്ക് വരിക. ഈ മൂന്ന് പരിഹാരമാർഗമാണ് എന്തിനു പറഞ്ഞേക്കുന്നത്? മരിച്ച അവസ്ഥയ്ക്ക് പരിഹാരം വരണമെങ്കിൽ ഈ മൂന്ന് കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ടൊന്നും കാര്യം മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഒന്ന് വിശദമായിട്ട് പറയാം. എടുത്തോ, റോമാലേഖനം 8-ാം അധ്യായം. ഇനിയുള്ള വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്താണ് ഈ മരണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുക അല്പം വിശദമായിട്ട്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ഒന്നുകൂടെ വായിക്കുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ഈ മരണം ഏതാ? ഞാനങ്ങ് പറഞ്ഞു പോകാം. ഈ മരണം ശാരീരിക മരണം അല്ല. കാരണം ഒരു വിശ്വാസികളുടെ കൂട്ടത്തിൽ ജഡികന്മാരും ആത്മീയരും ഉണ്ടല്ലോ. എല്ലാ വിശ്വാസികളും ആത്മീയരല്ല. എല്ലാ ആത്മീയരും വിശ്വാസികളാണ്. ഒന്നുകൂടെ പറയാം, എല്ലാ വിശ്വാസികളും ആത്മീയരല്ല. സഭാ കൂടിവരവിൽ ജഡികന്മാരും ഉണ്ട്. വളരെ വ്യക്തമായിട്ട് പൗലോസക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജഡത്തെ അനുസരിച്ച് സൂത്രത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ, രഹസ്യമായിട്ട് ദൈവത്തിന്റെ പ്രയോജനം ജീവിക്കുന്ന വിശ്വാസികൾ, ആത്മാവിന് കീഴ്പ്പെടാത്ത വിശ്വാസികൾ, സഭയ്ക്ക് യാതൊരു പ്രയോജനമില്ലാത്ത വിശ്വാസികൾ, അവരൊക്കെയാണ് ജഡികന്മാരുടെ ലക്ഷണങ്ങൾ. മറുഭാഗത്ത് തികച്ചും ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന് പ്രയോജനമായി ജീവിക്കുന്ന ആത്മീയരായ ആളുകൾ. അപ്പൊ ഇവിടെ വായിക്കുന്നത് ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും. അത് ശാരീരിക മരണമാണെങ്കിൽ ആത്മാവിനനുസരിച്ച് ആത്മീയനായി ജീവിച്ചാൽ മരിക്കാതിരിക്കുമോ? മരിക്കാതിരിക്കത്തില്ല, നമ്മളെന്തായാലും മരിക്കും. അപ്പൊ വ്യക്തമായി അത് ശാരീരിക മരണം അല്ല. മനസ്സിലായാലും പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇത് ആത്മീയ മരണമാണോ? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മളെ അവൻ ഉയർപ്പിച്ചു. ഇനി മരിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി ആത്മീയമായിട്ട് മരിക്കത്തില്ല. ഇനി ആത്മീയമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ നമ്മളെവിടെ ചെല്ലും? നരകത്തിൽ പോകും. നമ്മുടെ രക്ഷഭദ്രമാ, ഒരു കാരണത്തിൽ നരകത്തിൽ പോകത്തില്ല. അത് ആത്മീയ മരണവും അല്ല. രണ്ടാമത്തെ മരണം. ഈ മൂന്നാമത്തെ കാര്യം, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക രണ്ടാം മരണം. നരകത്തിന്റെ പേരാണ് രണ്ടാം മരണം. അതാണോ? എന്നാ ഒരു സംശയം? അതാണോ? അല്ല. ഉറച്ചു പറയണം, അതല്ല. നമ്മൾ നരകത്തിൽ പോകത്തില്ല. അപ്പോൾ ശാരീരിക മരണമല്ല, ആത്മീയ മരണമല്ല, രണ്ടാം മരണമെന്ന നരകവുമല്ല. പിന്നെ എന്ത് മരണമാണ് ഇത്? നമുക്ക് തൽക്കാലം പേരങ്ങോട്ട് കൊടുക്കാം, പിന്നെ പഠിക്കുമ്പോൾ പേരങ്ങോട്ട് ഉറപ്പിക്കാം. ഈ മരണത്തിന്റെ പേരാണ് പിന്മാറ്റം എന്ന മരണം. പിന്മാറ്റം എന്ന മരണം, ബാക്ക് സ്ലൈഡിങ്. ആ പിന്മാറ്റത്തെക്കുറിച്ച് അത് തെളിയിക്കാനായിട്ട് നമ്മൾ ഇനി അടുത്ത വാക്യം വായിക്കാൻ പോകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ലൂക്ക് ചാപ്റ്റർ 15. അവിടെ നമ്മൾ നഷ്ടങ്ങളുടെ ഒരു പട്ടിക കാണുന്നുണ്ട്. ഒരാട് നഷ്ടപ്പെട്ടു, മടക്കിക്കൊണ്ടുവന്നു. ഒരു നാണയം നഷ്ടപ്പെട്ടു, മടക്കിക്കൊണ്ടുവന്നു. ഒരു മകൻ നഷ്ടപ്പെട്ടു, അവൻ മടങ്ങി വന്നു. അതിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം വായിച്ച് അപ്പൻ മൂത്ത മകനോട് പറയുന്ന വാക്കെന്താണെന്ന്? ഇളയ മകൻ മടങ്ങി വന്നപ്പോൾ മരിച്ചവനായിരുന്നു. മനസ്സിലായോ? മുടിയംപുത്രന്റെ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, മുടിയംപുത്രൻ. അങ്ങനെ പേരൊന്നും ഇല്ലെങ്കിലും മുടിയംപുത്രൻ. അവൻ ആരായിരുന്നു? മരിച്ചവനായിരുന്നു. ഈ മരിച്ചവനെന്ന് പറഞ്ഞാൽ അവൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, എന്റെ അപ്പന്റെ ഭവനത്തിൽ അനേക ജോലിക്കാരുണ്ട്, അവർ ആഹാരത്തിന് ശേഷിപ്പിക്കുന്നു, ഞാനിവിടെ വിശപ്പുകൊണ്ട് കഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചു. മരിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ വെക്കുന്നേ? അപ്പൊ അതേത് മരണമാണ്? അതാണ് പിന്മാറ്റം എന്ന മരണം. അത് ആത്മീയ മരണമല്ല,
നരകമെന്ന മരണമല്ല, ശാരീരിക മരണമല്ല, ദൈവത്തിൽ നിന്ന് അകന്നു പോകുക, വചനത്തിൽ നിന്ന് അകന്നു പോകുക, അപ്പനിൽ നിന്ന് അകന്നു പോകുക, സഹോദരന്മാരിൽ നിന്ന് അകന്നു പോകുക, വീടിന്റെ സന്തോഷത്തിൽ നിന്ന് അകന്നു പോകുക. നമുക്കറിയാമല്ലോ, മരണത്തിന് വേറൊരു അർത്ഥമുണ്ട്, വേർപാടെന്നാണ് പറയുന്നത്. വേർപാട് മനസ്സിലായി? ഈ പറഞ്ഞതിൽ നിന്നൊക്കെ അവൻ അകന്നുപോയി, ആത്മീയ സന്തോഷത്തിൽ നിന്നും അവൻ അകന്നുപോയി. അതുകൊണ്ട് അവന്റെ അപ്പൻ പറയുക, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ഒരു വാക്കൂടെ ഉണ്ടല്ലോ, ബാക്കി ഉണ്ടല്ലോ, 32 വാക്യത്തിൽ എന്താ ഉള്ളത്? നീ അപ്പം കാണാതെ പോയി കണ്ടുകിട്ടി. മരിച്ചു എന്ന് പറയുന്നതും കാണാതെ പോകുന്ന പറയുന്നത് തുല്യമാണ്. അപ്പന്റെ ഭാഷയിൽ മരിച്ചു എന്ന് പറയുന്നതും കാണാതെ എന്ന് പറയുന്നതും തുല്യമാണ്. മരിച്ചവനെ ജീവിച്ചു, കാണാതെ പോയവനെ കണ്ടുകിട്ടി. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പിന്മാറ്റത്തിന് ബൈബിളിൽ മരണമെന്ന വാക്കുകൊണ്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിച്ചത്. ഇപ്പോൾ ഈ മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാൻ ഇതൊന്നുകൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് വിശ്വാസികൾ സഭയെ സംബന്ധിച്ച് കർത്താവ് നീ മരിച്ചവനാണ് എന്ന് പറയാൻ കാരണം ചോദിച്ചാൽ, പല വിശ്വാസികളും, സഭയിലുള്ള പല വിശ്വാസികളും അപ്പന്റെ ഭവനത്തിലെ സന്തോഷം വിട്ടിട്ട് സ്വാതന്ത്ര്യമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഇന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് വന്ന് കൂട്ടായ്മയിലൊക്കെ കൂടും, മീറ്റിങ്ങുകളൊക്കെ കൂടും, സ്തോത്രം പറയും, അപ്പം നിന്ന് മീനി കുളിക്കും. എന്നിട്ട് പിന്നെ പോയിട്ട് അപ്പന്റെ കൂട്ടായ്മ, അപ്പന്റെ സന്തോഷം, ഭവനത്തിലെ ഐക്യത എല്ലാം വിട്ട് മാറി നിൽക്കുക, പിന്നെയും വരിക. ഇങ്ങനെ നിൽക്കുന്ന കുറേ വിശ്വാസികൾ ഈ കാലത്തുമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്നത്, നിങ്ങൾ മരിച്ചവരാ, നിങ്ങൾ മരിച്ചവരാ. ഈ മനുഷ്യനെ സംബന്ധിച്ച് ഒരു തൊഴിൽ ഞാൻ പറയാം. ഇദ്ദേഹം അപ്പന്റെ വീട്ടിൽ നിന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയല്ലോ. അതിന്റെ 14-ാം വാക്യം വായിച്ചേ, ലൂക്കോസ് 15:14. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടായിട്ട് അവന് മുട്ട് വന്നു തുടങ്ങി. ഈ മുട്ട വന്നു എന്ന് പറയുമ്പോൾ ഏതൊരു വാക്യം ഓർമ്മയുണ്ടോ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. അപ്പൊ ഇവന് മുട്ട് വരാൻ കാരണം എന്നാ? എന്റെ ഇടയിൽ ഞാൻ തന്നെ അപ്പനോട് ചോദിച്ചു വാങ്ങിച്ച് ഞാൻ പോയി എന്റെ ഇഷ്ടം പോലെ ജീവിക്കുക. ഇടയിൽ ഞാനാ, ആടി ഞാനാ, വടിയും ഞാനാ, ഞാൻ ഇഷ്ടം പോലെ ജീവിക്കുക, എനിക്ക് മുട്ടുണ്ടാകും. കർത്താവ് ഇടയനാണെങ്കിൽ മുട്ടുണ്ടാകത്തില്ല. ഇവിടെ സംഭവിച്ചതാ, അവൻ ഇഷ്ടം പോലെ ജീവിച്ചെന്ന് പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ വിശ്വാസികളെ നമുക്ക് മുട്ടുണ്ടാകാൻ പാടില്ല. ഏത് മുട്ട? ദൈവത്തെ വിട്ടിട്ട് പോകാനുള്ള മുട്ട്. ജീവിതത്തിൽ രോഗമുണ്ടാകത്തിരുന്നല്ല, കഷ്ടമുണ്ടാകത്തിരുന്നുള്ള, സാമ്പത്തിക ക്ലേശം വരത്തിരുന്നല്ല ഈ പറഞ്ഞതിന്റെ ആശയം. ആ മുട്ട് നമ്മളെ ഹനിക്കത്തില്ല. അബ്രഹാമിന്റെ ജീവിതത്തിൽ, മോശയുടെ ജീവിതത്തിൽ, യോസഫിന്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ മുട്ടുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം മുട്ടില്ലെന്നല്ല, ആ മുട്ട് അവരെ തളർത്തിയില്ല, ആ കഷ്ടത അവരെ തളർത്തിയില്ല. അതാ അതിന്റെ ആശയം. ഈ മനുഷ്യന് മുട്ടുണ്ടായപ്പോൾ പന്നിയുടെ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ മടങ്ങി വന്നു. അപ്പോൾ അവന്റെ മരിച്ച അവസ്ഥയിൽ നിന്നും ഒരു ജീവനുണ്ടായി എന്നാണ് പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ വിശ്വാസികൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരവസരം ഉണ്ടായാൽ തമ്പുരാൻ തീർത്തും പറയും, നിനക്ക് പേരേ ഉള്ളൂ, നിനക്ക് ജീവനില്ല എന്ന് പറയും. അത് പറയരുത്, പറയരുത്. ഇനി രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറയാം. ലൂക്കോസ് പുസ്തകത്തിന്റെ 10-ാം അധ്യായം നോക്കിക്കുക, ലൂക്ക് ചാപ്റ്റർ 10. അവിടെ വേറൊരു സംഭവമുണ്ട്. 30-31 വാക്യം. ഒരു മനുഷ്യൻ എരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോയ കാര്യം വായിച്ച് ലൂക്ക് ചാപ്റ്റർ 10. നോക്കിയേ, നമുക്ക് ആ ചർച്ച അറിയാമല്ലോ. ഒരു പുരോഹിതൻ വന്നു, ഒരു ലേവ്യൻ വന്നു, ഒന്നും ചെയ്തില്ല. അവസാനം ശമര്യൻ വന്നപ്പം അവനെ വാഹനമുഖത്തിൽ കയറ്റി കൊണ്ടുപോയി സത്രത്തിലാക്കി സഹായിച്ചു എന്ന് വായിക്കുന്നു. അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം ചോദിച്ചാൽ, ഇത് വിശ്വാസികളുടെ ഒരു പിന്മാറ്റ ചിത്രമാണ്. എന്തറിയാമോ? ഒരു മനുഷ്യൻ, അവന് യഹൂദൻ എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ശമര്യൻ അവനെ സ്വീകരിച്ചപ്പോൾ കർത്താവ് അതിനെ പുകഴ്ചയായിട്ട് പറഞ്ഞത്. അവൻ യെരുശലേമിൽ നിന്നും എങ്ങോട്ട് പോയാ? യെരുശലേം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ ഭവനമെന്നാണ്. യെരിഹോ ശപിക്കപ്പെട്ട സ്ഥലമാണ്. യെരിഹോ പട്ടണം പിടിച്ചടക്കിയിട്ട് അതിനെ ഉന്മൂലനാശം ചെയ്തിട്ട് യോശുവ പറഞ്ഞായിരുന്നു, ഈ പട്ടണം ശപിക്കപ്പെട്ടതാണ്. ഇത് പണിയാൻ ആരംഭിച്ചാൽ, അതായത് പണി തുടങ്ങുമ്പോൾ, അടിസ്ഥാനം ഇടുമ്പോൾ പണിയുന്ന ആളുടെ മൂത്ത മകൻ മരിച്ചു പോകും. കട്ടള വയ്ക്കുമ്പോൾ ഇളയ മകനും മരിച്ചു പോകും. അത് സംഭവിക്കുകയും ചെയ്തു. അത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലുണ്ട്. നോട്ട് ചെയ്തു 6-ന്റെ 24-ാം വാക്യമാണ്. അത് അങ്ങനെ സംഭവിക്കത്തക്കവണ്ണം ശപിക്കപ്പെട്ട സ്ഥലമാണ്. ശ്രദ്ധിച്ചോണം. സമാധാനത്തിന്റെ ഭവനത്തിലാണ് നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം ആ ഭവനത്തിലാണ്, യെരുശലേമിലാണ്. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവന്
ഗോയിങ് ഡൗൺ ടു ജെറിക്കോ എന്നാ. ഹീസ് ഗോയിങ് ഡൗൺ ടു ജെറിക്കോ. അത് ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ യെരുശലേം ഉയർന്ന സ്ഥലവും എരിഹോ താഴ്ന്ന സ്ഥലവും, അതുകൊണ്ട് ആ വാക്ക് പറഞ്ഞത്. പക്ഷെ അത് ആത്മീയമായിട്ട് ശരി തന്നെയാണ്. സമാധാനത്തിന്റെ ഭവനത്തിലുള്ളവൻ ശപിക്കപ്പെട്ട സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? ഇറങ്ങിപ്പോവുക. അങ്ങനെ ഇറങ്ങിപ്പോയാൽ ആരുടെ കയ്യിൽപ്പെടും? കള്ളന്മാരുടെ കയ്യിൽപ്പെടും. ആദ്യത്തെ കള്ളൻ ആരെന്നറിയാമോ? ആദ്യത്തെ കള്ളൻ ആരാ? വായിച്ചു യോഹന്നാൻ 8:44, ജോൺ ചാപ്റ്റർ 8:44. ആദ്യത്തെ കള്ളൻ ആരാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞതാ. അവന്റെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അപകടമാണ്, ദോഷമുണ്ടാകും. അല്ലല്ല, 8:44. നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളാകുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനും കള്ളനുമാകുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. മനസ്സിലായോ? ആരാ കള്ളൻ? പിശാച. അപ്പൊ വിശ്വാസികള് മുമ്പ് പറഞ്ഞതുപോലെ മുപ്പന്മാര് മാത്രമല്ല, എല്ലാ വിശ്വാസികളും കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരാ, സംശയമൊന്നുമില്ല. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും പിടിച്ചു പറിക്കുകയില്ല. മാത്രമല്ല, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. പക്ഷേ നമ്മൾ അതിൽ നിന്ന് തെറിച്ചു പോവാ. ഞാൻ പൊക്കോളാം, നമുക്ക് സ്വയമായിട്ടൊക്കെ ചെയ്യാൻ കഴിയുന്നൊരു ചിന്തയാണ്. നടക്കാൻ പ്രാപ്തിയാകുന്ന കുഞ്ഞുങ്ങൾ അപ്പന്റെ കയ്യെ പിടിച്ച് നടക്കുന്നത്, അല്ലെ അമ്മയുടെ കയ്യെ പിടിച്ച് നടക്കുന്നത്. നമ്മൾ അവരെ വിടത്തില്ല. നമുക്കറിയാം അവർക്ക് അത്രക്കുള്ള പ്രാപ്തി ഉള്ളെന്നറിയാം. പക്ഷെ ഈ പിള്ളേരെ ഒരു നീണ്ട പാൻറ്റും ഒരു കൈയുള്ള ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഇവർക്കാണ് തോന്നും വലിയ ആളാന്ന് തോന്നും. ഇവരെന്തെന്നറിയാമോ? കുറെ കഴിയുമ്പോൾ അപ്പന്റെ കയ്യിൽ നിന്ന് വിടുക. ഞാൻ തന്നെ നടന്നോളാന്നാ പറയുന്നത്. മനസ്സിലായോ? നമുക്കൊരു തോന്നലുണ്ട്, വർഷം കുറെ ആയല്ലോ, ഇനിയിപ്പോ നമ്മളെ കൊണ്ട് തന്നെ ഒന്നും സാധിക്കത്തില്ല. അങ്ങ് എത്തുന്നവരെ അവന്റെ കയ്യിൽ ഇരുന്നേ പറ്റൂ. അവൻ തോളിലിരുന്നേ പറ്റൂ. അവൻ അവിടെ കൊണ്ട് എത്തിക്കാന്ന് പറഞ്ഞേക്കുന്നത്. ഇതിനിടയ്ക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെന്ന് ചിന്തിച്ചാൽ അതിന്റെ അർത്ഥം കൈവിട്ട് പോകുന്നതാണ്. ഈ കൈവിട്ട് പോയാൽ ജെറുസലേമിൽ നിന്ന് എരിഹോയിലേക്കുള്ള യാത്രയായിരിക്കാം. ആ യാത്രയിൽ ശത്രു നോക്കിയിരിക്കുക നമ്മളെ പിടിക്കാൻ. അത് ഉപദ്രവം ഉണ്ടാകും. ഇനി ആ മനുഷ്യനെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവരവനെ മുറിവേൽപ്പിച്ചു, വസ്ത്രമൊക്കെ കഴിച്ചെടുത്തു. ഒരു വാക്കവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? അർത്ഥപ്രാണൻ. ഇല്ലയോ? വായിച്ചോ? അർത്ഥപ്രാണൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ഡെഡ് എന്ന ഇംഗ്ലീഷ്. ഹാഫ് ഡെഡ്. ചോദിക്കുക, മരിച്ചോ? ഇല്ല. ജീവനുണ്ടോ? ജീവനുണ്ട്. സംസാരിക്കുമോ? ഇല്ല. നടക്കുമോ? ഇല്ല. കഴിക്കുമോ? ഇല്ല. കണ്ണു തുറക്കുമോ? ഇല്ല. ചത്തോ? ഇല്ല. എന്താ ഗുണം? അതിനാണ് പഴയ ആൾക്കാർ പറയുന്നത്, ചത്തത് നോക്കുമേ ജീവിച്ചിരിക്കുന്നു. ഇങ്ങനെ കുറെ വിശ്വാസികളുണ്ട്. ക്ഷമിക്കണം കേട്ടോ, ഇങ്ങനെ കുറെ വിശ്വാസികൾ. കാശിന് കർത്താവിനും പ്രയോജനമില്ല, ദൈവത്തിനും പ്രയോജനമില്ല. വരും, അതൊന്നും പോരാ. എനിക്കറിയാം ഈ കേൾക്കുന്ന കാര്യങ്ങൾ പിന്നീടാണെങ്കിൽ ദൈവത്തിനും കേൾക്കാൻ സാധ്യതയുണ്ട്. കേൾക്കണം. നമ്മളെക്കുറിച്ച് ദൈവത്തിന് പ്രയോജനം വേണം. ചത്ത അവസ്ഥയല്ല ഉണ്ടായിരിക്കേണ്ടത്. നീ മരിച്ചവനാകുന്നു എന്ന് കർത്താവ് പറയുന്നത് ഓർക്കണം. കർത്താവ് പറയുന്നത് ഇവിടെ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു, അങ്ങനെ സംഭവിക്കാനായിട്ട് പാടില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ കൊടുക്കുവാനും സമൃദ്ധിയായി കൊടുക്കാനും. എനിക്ക് മുമ്പേ വന്നവരൊക്കെ ആരാ? കള്ളന്മാരും കവർച്ചക്കാരുമാണ്. അവർ കൊല്ലുവാനും തിന്നുവാനും മുടിക്കുവാനും വന്നവരാ. ഞാൻ വന്നത് അതിനല്ല. ഞാൻ ജീവൻ കൊടുക്കാനും സമൃദ്ധിയായി കൊടുക്കാനും. നമുക്ക് ദൈവം ജീവൻ തന്നിട്ടുണ്ട്. ആ ജീവന്റെ സമൃദ്ധി നാം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണം. കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് നാം വഴുതി പോകരുത്. ഞാൻ അതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടെ പറയാം. നമ്മൾ ഈ വഴുതിപ്പോയാൽ, കർത്താവിന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറിപ്പോയാൽ ശത്രു നമ്മളെ അപഹരിക്കും. ദൈവത്തോടുള്ള ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഓർമ്മയുണ്ടല്ലോ, ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സാത്താൻ ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ നിർമ്മലതയ്ക്ക് മാറ്റം വരാനുള്ള സാധ്യത ഇവിടെയിരിക്കുന്ന യൗവനക്കാർക്ക് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. അതുകൊണ്ട് വിശദമായിട്ട് പറയാം. ഈ കോഴിമുട്ട ഒരു വലിയൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ കോഴി ഇരുന്ന് ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ കോഴിയുടെ ചൂടുകൊണ്ട് ആ മുട്ടക്കകത്തുനിന്ന് കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തു വരും. അത് ഇവരാരും കണ്ടു കാണത്തില്ലായിരിക്കും. അങ്ങനെ ഒരു 10 കോഴി മുട്ടക്കകത്തുനിന്ന് 10 കോഴിക്കുഞ്ഞ് പുറത്തു വരുമ്പോൾ ഈ കോഴിക്കുഞ്ഞിനെ പരിപാലിക്കുന്ന ജോലി ആ കോഴിയുടെ കുഞ്ഞിന് തള്ളയ്ക്കാം, വലിയ കോഴിക്കാം.
ആ വലിയ കോഴി ഈ 10 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ പതുക്കെ നടന്നു പോകും. അങ്ങനെ നടന്നു പോകുമ്പോൾ അതിനാവശ്യമുള്ള ആഹാരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതിന് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ചെറിയ ചുണ്ടല്ലേ. അതുകൊണ്ട് ഈ തള്ളക്കോഴി തന്നെ കാലുകൊണ്ട് മണ്ണ് മാന്തി ഇട്ട് കൊടുക്കും. ആ മണ്ണിനകത്തുള്ള ചെറിയ വേംസ്, പുഴുക്കളൊക്കെയാണ് ഈ കോഴിക്കുഞ്ഞ് കഴിക്കുന്നത്. കുറെ കഴിയുമ്പം ഒരു കോഴി അങ്ങോട്ട് പോകും, ഒരു കോഴി ഇങ്ങോട്ട് പോകും, ഒരു കോഴി പുറമോട്ട് പോകും. ഇതിന് കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കോഴി നടക്കാറൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ വിചാരം എന്നെക്കൊണ്ടും ആഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതാ ചിന്ത. രണ്ടാമതൊരു കാരണമുണ്ട്, ഞാൻ മനസ്സിലാക്കിയ ആരെങ്കിലും പറയുവാണേ, ഈ തള്ള ഇങ്ങനെ മണ്ണ് മാന്തി എടുക്കുമ്പം ഇതിന് ദേഹത്തിൽ മണ്ണ് വീഴും. മനസ്സിലായോ? അത് ഇറിറ്റേഷനാണ്. മണ്ണ് ദേഹത്തിൽ നിന്ന് ഇറിറ്റേഷനാണ്, ബുദ്ധിമുട്ടാണ്. ആ ഇറിറ്റേഷൻ ഒഴിവാക്കാനായിട്ട് ഇതങ്ങ് മാറിപ്പോകുന്നതാണ്. മാറിപ്പോയി തന്നെത്താനെ കഴിക്കാൻ ആഗ്രഹിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു പരുന്തോ ഒരു കാക്കയോ പറന്നു വരുന്നത്. എന്തിനാണ്? ഈ കോഴിയെ കൊണ്ടുപോകാനാണ്. എടുത്തോണ്ടങ്ങ് പോവും. അപ്പൊ ഈ വരുന്നു എന്നുള്ള ശബ്ദം കേൾക്കുകയോ നിഴല് കാണുകയോ ചെയ്യുമ്പോൾ ഈ തള്ളക്കോഴി ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കും. ഇവിടെ പാടുള്ളവർക്കൊക്കെ അറിയാം അതിന്റെ കാര്യം. ആ ശബ്ദം പുറപ്പെടുവിച്ചിട്ട് ഈ കൈ ഇങ്ങനെ, ഈ 2 ചിറവ് ഇങ്ങനെ അങ്ങോട്ട് അകറ്റും. അകറ്റുമ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഓടി ഇങ്ങോട്ട് വന്ന് ചെറിയടി കയറും. തള്ള ഇങ്ങനെ ചിറവ് കൊണ്ട് അതിനെ അങ്ങ് മറയ്ക്കും. കാക്ക നോക്കുമ്പം കോഴിക്കുഞ്ഞിനെ കാണുമോ? ഇല്ല. മനസ്സിലായല്ലോ? ഇതാണ് സംരക്ഷണം. ഞാൻ അതിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ പലപ്പോഴും കർത്താവിൽ നിന്ന് അല്പം ഒന്ന് അകലുന്നതിന്റെ ഒരു കാരണം ഇറിറ്റേഷനാണ്. ഈ മണ്ണ് ചരിഞ്ഞു തരുന്നത് നമുക്ക് സൗകര്യത്തിനാണ്, കോഴിക്കുന്ന സൗകര്യത്തിനാണ്, അതിന് കൊത്തിയെടുത്ത് കഴിക്കാൻ സൗകര്യത്തിനാണ്. പക്ഷേ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ ബൈബിൾ ക്ലാസ്സുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ പലതും നമുക്ക് ഇറിറ്റേഷനാണ്. താല്പര്യമില്ല, ഉത്സാഹമില്ല. ആകെപ്പാട് നമുക്ക് ഉത്സാഹമുള്ള ഒറ്റ മീറ്റിംഗാണ്. ഏതാ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വേറെപ്പെട്ട ദൈവമക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീറ്റിംഗാണ് ഞായറാഴ്ചത്തെ അപ്പങ്ങൾക്ക് ശുശ്രൂഷ. ബാക്കിയൊക്കെ ഇറിറ്റേഷനാണ്. അതുകൊണ്ട് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുക. ശത്രുവിന്റെ കയ്യിൽപ്പെടും. യാതൊരു സംശയമില്ല. ഇനിയും ഞാനൊരു വാക്കുകൂടെ പറയാം. ഇതെല്ലാവരും ഉള്ള പറയേണ്ട കാര്യമായിരുന്നു. ഞായറാഴ്ച വന്ന് ഈ അപ്പം കഴിക്കുന്നുണ്ടോ വീഞ്ഞ് കഴിക്കുന്നുണ്ടോ എത്ര ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ആത്മീയ അഭിവൃദ്ധിയും അപ്പത്തിനകത്തും വീഞ്ഞിനകത്തും ഇല്ല. അതുള്ള എവിടെയാ? ഈ പുസ്തകത്തിലാ. ഇതാർക്കും വേണ്ട. ക്ലാസ് വേണ്ട, പ്രാർത്ഥന വേണ്ട, കൂട്ടായ്മയോഗം വേണ്ട. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതാണ് നമ്മളെ ശത്രു കൊണ്ടുപോകാൻ മറ്റൊരു കാരണം. നമുക്ക് ബലമില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഒരു കാര്യം ചെയ്താൽ മതി. ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് മടങ്ങി വരാമോ? ആ കോഴി കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചോളൂ. അതുകൊണ്ട് കർത്താവ് യെരൂശലേമിനെ നോക്കി പറഞ്ഞത്, യെരൂശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകുകളിലാക്കുന്ന പോലെ നിങ്ങളെ സംരക്ഷിപ്പാൻ എനിക്ക് എത്ര വട്ടം നിങ്ങൾക്കോ മനസ്സായില്ല എന്ന് പറഞ്ഞു. ഇന്നും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇത് കേൾക്കാൻ പോകുന്നതോട് ഞാൻ പറയട്ടെ, കർത്താവ് ശബ്ദം കേൾപ്പിക്കുക. മടങ്ങി വന്ന് നമുക്ക് ജീവിച്ച് ബലപ്പെട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനിയും ഒരു സഭയോട് പൗലോസ് പറഞ്ഞ കാര്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 14, എഫേസ്യർ 5:14. അവിടെ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ അത് അവിടെ നടക്കുന്ന സംഭവം കൊണ്ട് പറഞ്ഞാണ് ഞാൻ വിശ്വസിക്കുന്നു. നോക്കിക്കേ, എഫേസ്യർ 5:14. അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് ഇതെന്തേ പറഞ്ഞേക്കുന്നത്? സഭയ്ക്കെഴുതിയ ലേഖനം എന്ന് ഓർക്കണം. കർത്താവ് മാത്രമല്ല പറഞ്ഞത്, ഇത് പൗലോസും പറഞ്ഞു. പൗലോസ് പറയുന്നത് സഭയിൽ 2 കൂട്ടം ആൾക്കാരുണ്ട്. ഒരു കൂട്ടം ആൾക്കാരാരാ? ഉറങ്ങുന്നവര്. അടുത്തതാരാ? ഇത് ഞാൻ പറഞ്ഞതല്ലേ, പൗലോസിന്റെ ലേഖനമാണ്. ഉറങ്ങുന്നവരെ ഉണർന്ന് എവിടെ നിന്ന് എഴുന്നേക്കേണ്ടത്? അപ്പൊ നിന്റെ അപ്പുറത്തിരിക്കുന്ന സഹോദരൻ മരിച്ചവനാണ്. അവൻ അപ്പം കഴിക്കുന്നുണ്ട്, വീഞ്ഞു കുടിക്കുന്നുണ്ട്, സ്വോത്രം പറയുന്നുണ്ട്, സ്വോത്രം ചെയ്യുന്നുണ്ട്, എല്ലാ മീറ്റിങ്ങിനും വരുന്നുണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ മരിച്ചവനാണ്, പിന്മാറ്റക്കാരനാണ്. പിന്മാറ്റം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം യോഗത്തിന് വരുന്നില്ലെന്നുള്ളതല്ല. സർദീസിലെ സഭയില് കൂട്ടായ്മയില്ലയോ, മീറ്റിംഗ് ഇല്ലയോ, പ്രാർത്ഥന ഇല്ലയോ? കർത്താവ് ഒന്നും പറഞ്ഞില്ലെന്ന്. എന്താ പറഞ്ഞത്? നിനക്ക് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാണ്. പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഒരു കാര്യം ഞാൻ പറയാം, നീ ഉറങ്ങുന്നതേ ഉള്ളൂ, നീ പെട്ടെന്ന് ഉണർന്നോണം. കാരണം നിന്റെ അടുത്തിരിക്കുന്നവൻ മരിച്ചവനാണ്. നീ ആ അവസ്ഥയിലേക്ക് വരല്ലേ. അവൻ വെറും പിന്മാറ്റക്കാരനാണ്. നീ അങ്ങനെ വരാതെ നീ ഉണർന്നാൽ ദൈവം നിന്റെ മേൽ പ്രകാശിക്കും. അങ്ങനെ വാക്യം. അപ്പൊ സഭയിലുള്ള വിശ്വാസികളിൽ തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് പൗലോസ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു.
പൗലോസ് കൊരിന്ത്യരോട് പറഞ്ഞു, എന്റെ സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മീയരോടെന്ന പോലെയല്ല, ജഡികന്മാരെന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. മുഖത്ത് നോക്കി പറയുക. അപ്പൊ സഭയുടെ അവസ്ഥ മനസ്സിലായല്ലോ. ഇതാ സഭയുടെ അവസ്ഥ. ഈ അവസ്ഥ ഇന്നത്തെ സഭകളിൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ഒരു ജഡികനായി ജീവിക്കാൻ പാടില്ലെന്ന് ഞാൻ തീരുമാനിക്കുക. ഞാൻ മരിച്ചവനെപ്പോലാകാൻ പാടില്ല, ഞാൻ തീരുമാനിക്കുക. ഞാൻ ജീവനോടെ, ജീവന്റെ തുടുപ്പോടെ, അബണ്ടന്റ് ഓഫ് ലൈഫ്, ജീവന്റെ സമൃദ്ധിയോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുക. അതെന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനും എന്റെ കുടുംബവും, നീയും നിന്റെ കുടുംബവും, നമ്മൾ ഒന്നിച്ചു കൂടുന്ന പ്രാദേശിക സഭ മൊത്തമായിട്ട് എന്തായിത്തീരും? ജീവന്റെ തുടുപ്പ് വെളിപ്പെടുത്താൻ സാധിക്കും. ഈ പരാതി നമ്മളെക്കുറിച്ച് പൗലോസിനെപ്പോഴുള്ള ആൾക്കാരും പറയത്തില്ല, കർത്താവും പറയത്തില്ല. പറയാതിരിക്കണമെങ്കിൽ നമ്മൾ ആ ന്യായമായ നിലയിലുള്ള ഒരു തീരുമാനത്തിലെത്തണം. ഈ വാക്ക് തന്നെയാണ് കർത്താവ് പറഞ്ഞത്. ഏത് വാക്കാ? പൗലോസ് പറഞ്ഞു, ഉറങ്ങുന്നവരെ ഉണർന്ന് എഴുന്നേൽക്കുക, മരിച്ചവരുടെ ഇടയിൽ നിന്ന്. കർത്താവ് പറഞ്ഞേക്കുന്നുണ്ടോ? നോക്കി അവരോട് വായിച്ച് അവസാനിപ്പിക്കാം. വെളിപ്പാട് 2 അധ്യായത്തിന്റെ 3-2 വാക്യം, 3-2, ചാപ്റ്റർ 3:2. ഉണർന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഉറങ്ങുക. അതാ പൗലോസും പറഞ്ഞത്. ഒന്നുകൂടെ വായിച്ച്. മനസ്സിലായോ? ചാവാറ ശേഷിപ്പുകള. അവിടെ നിന്റെ അടുത്തിരിക്കുന്നവന് മരിച്ചവനാ, നിനക്കങ്ങനെ ആകാൻ പാടില്ല, നീ അവനോട് പോകാൻ പാടില്ല. അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാം. അതായത് വിശ്വാസികളുടെ ജീവിതത്തിലെ ആത്മീയ വളർച്ച എന്ന ആ സ്വഭാവം, ആത്മീയ പക്വത എന്ന സ്വഭാവം ഒരു പക്ഷേ മറ്റൊരുത്തരിലേക്ക് പകരപ്പെടുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. അത് പറഞ്ഞ് എങ്ങനെ മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. ഇപ്പൊ നമ്മൾ 3, 4, 5, 6 സഹോദരന്മാരെ ഒന്നിച്ചിരിക്കുന്നു, ഒന്നിച്ച് ആരാധിക്കുന്നു, ഒന്നിച്ച് പഠിക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മ അനുഭവിക്കുന്നു. അതിൽ 2 പേര് നല്ല തികഞ്ഞ ആത്മീയരാണെങ്കിൽ അവരുടെ ആത്മീയത്വം മറ്റൊരുത്തരിലേക്ക് വ്യാപരിക്കുന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ അതിൽ 2 പേര് തികഞ്ഞ ജഡികന്മാരാണെങ്കിൽ ആ ജഡീകത്വം മറ്റു 4 പേരിലേക്ക് വ്യാപരിക്കാനായിട്ട് എളുപ്പമാണ്. ഞാൻ പറഞ്ഞു, മനസ്സിലായോ? യോഹന്നാൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനാണ്, അത്ര ഭക്തനാണ്, കർത്താവിന് അത്ര സ്നേഹമായിരുന്നു. ആ യോഹന്നാന്റെ ആ സ്വഭാവം ആർക്കെങ്കിലും കിട്ടിയോ? ശിഷ്യന്മാരിൽ കിട്ടിയോ? ഇല്ല. എന്നാൽ പത്രോസ് പറഞ്ഞു, ഞാൻ പോവാ, ഞാൻ മറുപടി മീൻ വീശാൻ പോവാ. 6 പേരെ കൂടെ പോയി. അപ്പൊ പിന്മാറ്റക്കാരന്റെ കൂടെ പോകാൻ ആളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വിശ്വാസിയുടെ പരാജയം മറ്റൊരുത്തർ ഏറ്റുവാങ്ങും, ഒരു വിശ്വാസിയുടെ നന്മ ഏറ്റുവാങ്ങണമെന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, കുറഞ്ഞ പക്ഷം നമ്മൾ വളർന്നില്ലെങ്കിലും തളരാതിരിക്കാം. ഞാൻ തളർന്നാൽ മറ്റൊരുത്തരെ ആ തളർച്ച ബാധിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്, വചനത്തിന് തെളിവുകളാണ്. അതുകൊണ്ട് സദസ്സിലെ സഭയ്ക്ക് വന്ന ദോഷം എനിക്ക് വരരുത്, ഞാൻ മുഖാന്തരം ഞാൻ കൂടി വരുന്ന പ്രാദേശിക സഭയിലും വരരുത്. അതുകൊണ്ട് എനിക്ക് ജീവനുള്ള എന്നുള്ള പേര് മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അത് ചെയ്യണം. ജീവന്റെ തുടുപ്പ് ഞാൻ വെളിപ്പെടുത്തണം. ആ ജീവന്റെ ഫലം ഉണ്ടാകണം. എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ ജീവൻ മറ്റൊരുത്തിലേക്ക് വ്യാപരിക്കണം. എന്നെ ജീവനുള്ളാക്കി തീർത്തത് മരിച്ച ചിലരെ കർത്താവിലേക്ക് കൊണ്ടുവരാനാണ്. സുവിശേഷത്തിന്റെ പങ്ക് ഏതെങ്കിലും നിലയിൽ വഹിക്കണം. സുവിശേഷം പറയണം, സുവിശേഷ വേലയ്ക്ക് പോകണം, സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം, സുവിശേഷ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം, സുവിശേഷന്മാരെ ആ കാര്യത്തിൽ വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്തണം. എന്തെല്ലാം ചെയ്യാമോ ആത്മാക്കൾക്ക് വേണ്ടി അതൊക്കെ ചെയ്യണം. അങ്ങനെയാകുമ്പോൾ നാം ചിലരെ കൂടെ ജീവങ്കിലേക്ക് കൊണ്ടുവരിക. ജീവങ്കിലേക്ക് എന്നെ ജീവിപ്പിച്ച എന്തിനാ? ചിലരെ കൂടെ ജീവങ്കിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ജീവന്റെ തുടുപ്പ് സഭയിലുണ്ടാകണം. അല്ലാതെ രക്ഷിക്കപ്പെട്ടു ഇനി അങ്ങ് ചെന്നോളും എന്ന ചിന്തയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഈ സർദീസിലെ സഭയോട് പറഞ്ഞതുപോലെ എന്നോടും നിങ്ങളോടും നിശ്ചയമായിട്ട് കർത്താവ് പറയും. അങ്ങനെ പറയരുത്. പറയാതിരിക്കേണ്ടതിനായിട്ടാണ് ഈ വിഷയം നമ്മളെ ഇവിടെ ഇപ്പോൾ കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യാദൃശ്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. കർത്താവിന്റെ ഉദ്ദേശമാണ് ഈ കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് പഠിക്കണം. പറയുന്നത് ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ജീവൻ തുടുപ്പ് വെളിപ്പെടുത്തണം. ഞാൻ ഓരോ പ്രാവശ്യങ്ങളും വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴും മടങ്ങി ചെല്ലുമ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവെ, ഇന്നും പറഞ്ഞ കാര്യം, പഠിപ്പിച്ച കാര്യം അതുപോലെ പ്രായോഗികമാക്കാൻ എന്നെ ബലപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കാറുണ്ട്. വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അത് വെറുതെ ഇതങ്ങ് പറയല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാം. ജീവന്റെ തുടിപ്പ് വെളിപ്പെടുത്താം. കർത്താവിനെ പ്രയോജനമായും പ്രസാദമായി ജീവിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.